No. An external disaster has occurred, the hospital will be receive patients in the excess normal. And external disaster ഉണ്ടാവുന്ന സമയത്താണ് എന്ത് കോഡ് യെല്ലോ അലേർട്ട് ചെയ്യുന്നല്ലേ. അപ്പൊ പേഷ്യൻസ് എന്തായിരിക്കും, ഒരു പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ, എക്സസ് പേഷ്യൻസ് ആയിരിക്കും, പേഷ്യൻസ് ഫ്ലോ കൂടുതലായിരിക്കും. ദുരന്തം കഴിഞ്ഞ് സാധാരണയായിട്ട് കൂടുതലായിട്ടായിരിക്കും പേഷ്യൻസ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്. അപ്പോഴാണ് കോഡ് യെല്ലോ അലേർട്ട് ചെയ്യുന്നത്. Then locate and follow emergency action plans manual. പിന്നീട് എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി പ്ലാൻസ് മാനുവൽ ആക്ടിവേറ്റഡ് ആകും. Upon learning of an alert, all departments should activate their department specific disaster plan as outlined in the hospital emergency procedures manual. അപ്പൊ പ്ലാൻ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ എമർജൻസി മാനുവല് അത് എന്താണ് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഹോസ്പിറ്റൽ അത് ഡിസാസ്റ്റർ മാനുവൽ അനുസരിച്ചിട്ട് എന്താണ് ആ പ്രൊസീജിയേഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്, അപ്പൊ എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഈ പ്രൊസീജിയേഴ്സ് പിന്തുടരുകയാണ് കേട്ടോ. പിന്നീട് എന്താണ്, CMO should report to the emergency operation center or in charge located in the nursing administration 1841. എന്താണ്, CMOനെയാണ് ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. CMOനെ അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻസ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇൻചാർജിലുള്ള ആരെങ്കിലും എന്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവിടുത്തെ ആ ഒരു അലേർട്ട് കോഡ് നമ്പർ എത്രയാണ്, 1841 നമ്മള് കോഡ് യെല്ലോ അലേർട്ട് ചെയ്യേണ്ടത്. കോഡ് യെല്ലോ ഓപ്പറേറ്റർ നമ്പറിലാണ് എന്ത് വരുന്നത്, ഡിസാസ്റ്റർ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിന്റെ ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു ദുരന്ത പ്രഖ്യാപനത്തിലേക്ക് വിളിക്കേണ്ട ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 1841. ഓക്കെ, ലൊക്കേറ്റ് check over all status of the ER department such as facilities, supplies and assess staffing needs. എന്താണ് ER ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്തിരിക്കുന്നത്, ER ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാറ്റസ്, അതായത് എമർജൻസി റൂമിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ ഒരു ER ഡിപ്പാർട്ട്മെന്റില്, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, സപ്ലൈസുകൾ അവൈലബിൾ ആണോ, റിസോഴ്സസ് അവൈലബിൾ ആണോ, then സ്റ്റാഫിംഗ് എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെന്താണ്, നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്ന് എഴുതണം കേട്ടോ. ഇവിടെ ഐയും എന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ ആരെയാണ് അറിയിക്കേണ്ടത്, ഇൻചാർജ് കോർഡിനേറ്ററിനെ ആയിരിക്കണം, ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജ് കോർഡിനേറ്ററിനെ ആയിരിക്കണം നോട്ടിഫൈ ചെയ്യുന്നത്. Then all departments should send extra staff to ER ward. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്താണ് എക്സ്ട്രാ സ്റ്റാഫുകളെ എമർജൻസി റൂമിലേക്ക് അയക്കുന്നതായിരിക്കും. എമർജൻസി റൂമിലായിരിക്കും എന്താണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സ്റ്റാഫുകളെയും എന്ത് ചെയ്യുന്നു, എമർജൻസി റൂമിലെ ER വേ എന്ന് പറയുന്നത് എമർജൻസി റൂം വേയിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകളെയും അയക്കുന്നു. Okay. Then, as designated staff arrives, each person will enroll in the emergency manual plan, will receive a job action sheet. ഇനി ഓരോ ഡെസിഗ്നേറ്റഡ് ചെയ്ത സ്റ്റാഫുകൾ എന്താണ്, അവർക്ക് ഓരോരുത്തർക്കും എന്തുണ്ടായിരിക്കും, എമർജൻസി പ്ലാൻ മാനുവലിൽ ഓരോ റോൾസ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ. അതുമായി ബന്ധപ്പെട്ടൊരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെ സ്റ്റാഫുകൾ ഏതൊക്കെ ജോബ് ചെയ്യണമോ എന്നതുമായി ബന്ധപ്പെട്ടൊരു ജോബ് ആക്ഷൻ ഷീറ്റ്, ഇതൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കും എന്താ ഓരോ സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്നത്.
All other on-duty staff, not otherwise assigned to ER position should remain their department and maintain normal operations. ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ, ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളും എന്താണ് ER പൊസിഷനിലും എന്ത് ചെയ്തിരിക്കണം, ആ ഡിപ്പാർട്ട്മെന്റിൽ നോർമൽ ഓപ്പറേഷൻസിൽ ഓൺ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ER പൊസിഷൻസിലുള്ള സ്റ്റാഫുകൾ എന്തുണ്ടായിരിക്കണം, ആ ഡിപ്പാർട്ട്മെന്റില് മറ്റു കാര്യങ്ങളില് നോർമൽ ഓപ്പറേഷൻസിലൊക്കെ അവരും അത് ആ ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻസിൽ ആ സ്റ്റാഫുകളും അവിടെ ഉണ്ടായിരിക്കണം. അസൈൻഡ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അസൈൻഡ് ER പൊസിഷൻസിലുള്ളവരുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകളും ആ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ കോഡ് യെല്ലോ എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്താണ് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ്, എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തായിരിക്കും, ഒരു ആക്ഷൻ പ്ലാൻ മാനുവല് അയക്കുന്നതായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റ് എമർജൻസി പ്രൊസീജിയേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്താണ്, അത് പിന്തുടരേണ്ടതായിരിക്കും. പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ്, CMO-നെ ആയിരിക്കണം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ചീഫ് മെഡിക്കൽ ഓഫീസറിനെ ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. റിപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്, 1841 എന്ന നമ്പറിലേക്കായിരിക്കണം, എമർജൻസി ഓപ്പറേഷൻ നമ്പറിലേക്കായിരിക്കണം എന്ത് കോഡ് യെല്ലോ അലേർട്ട് ഓപ്പറേറ്ററെ വിളിക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, ER സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരിക്കണം, എമർജൻസി റൂമിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരിക്കണം. അവിടുത്തെ ഫെസിലിറ്റീസുകൾ അവൈലബിൾ ആണോ, സപ്ലൈസ് ഒക്കെ കൃത്യമായിട്ടുണ്ടോ, ദെൻ ഏതെങ്കിലും കൂടുതൽ സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെന്താണ്, നോട്ടിഫൈ, ആരെയാണ് നോട്ടിഫൈ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്ററിനെ ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട് ഇൻഫോം ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, എക്സ്ട്രാ സ്റ്റാഫുകളെ എമർജൻസി റൂമിലേക്ക് സെൻഡ് ചെയ്യുകയും വേണം. അസൈൻഡ് സ്റ്റാഫുകള് എന്താണ്, അവരുടെ റോളുകള് ഓരോരുത്തർക്കും ഒരു ആക്ഷൻ എമർജൻസി മാനുവൽ പ്ലാനിൽ ഓരോരുത്തർ ജോബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെ സ്റ്റാഫുകളെ എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ റോള് കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഓൺ ഡ്യൂട്ടി സ്റ്റാഫുകളും ER പൊസിഷൻസിലുള്ളവരും എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ നോർമൽ ഓപ്പറേഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇനി കോഡ് വയലറ്റ്, നെക്സ്റ്റ് കോഡ് വയലറ്റ്. Assistance is needed with an out of control patient. Control എന്ന് പറഞ്ഞ ഒരുമിച്ചാണ്, control patient individuals. Note, a code violet should not be activated where a gun or weapon may be involved. Code violet എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അൺകൺട്രോൾഡ് അതായത് പ്രത്യേക സഹായം ആവശ്യത്തിന് മാനസികമായ ബുദ്ധിമുട്ടുള്ളവരോ അങ്ങനെയുള്ളവർക്കാണ് എന്ത്, ആരോഗ്യങ്ങൾക്ക് കോഡ് വയലറ്റ് എന്ന കോഡ് സഹായകമായിട്ട് വരുന്നത്. ഇനി നോട്ട്, പ്രത്യേകമായിട്ട് അവിടെ പറയുന്നത് എന്താണ്, കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് where a gun or weapon may be involved. ഇനി ഏതെങ്കിലും പേഷ്യൻസുകൾ എന്താണ്, ഗണ്ണോ അല്ലെങ്കിൽ മറ്റു ആയുധങ്ങളായിട്ട് വരുന്ന സമയത്ത് എന്താണ്, ഈ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ്, എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കാം ഇത്തരത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ്, കോഡ് വയലറ്റ് ഓൺ ചെയ്യാനായിട്ട് പാടുള്ളതല്ല അല്ലെ. ഇത്തരത്തില് ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ആരായിരിക്കും, ഔട്ട് ഓഫ് കൺട്രോൾഡ് പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ആ കോഡ് വയലറ്റ് അലേർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, then dial emergency number to initiate code violet and report to the location. Contact security nursing supervisor immediately. Then പിന്നീട് dial emergency number, initiate code violet
കോഡ് വയലറ്റ് എമർജൻസി നമ്പർ ഡയൽ ചെയ്തിട്ട് എന്താണ് സെക്യൂരിറ്റിനെ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അറിയിച്ചിരിക്കണം. Do not attempt to the control. Do not attempt to control the out control of individuals. Security will provide instruction for responding personnel on the type of assistance required. അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളെ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡു നോട്ട് അറ്റംപ്റ്റ് ദ കൺട്രോൾ ഓഫ് ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കരുതെന്ന്. അപ്പൊ സെക്യൂരിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഉദ്യോഗസ്ഥന്റെ ആവശ്യമായിട്ടുള്ള സഹായം, അതായത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ചിട്ട് വേണം എന്ത് അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയ്ക്ക് ഓരോ സ്റ്റാഫിനും എന്താണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, then do not confront the individuals with a weapon. എന്താണ് ആയുധം ഉപയോഗിച്ചിട്ട് വ്യക്തികളെ നേരിടരുത്. അതായത് ഈ രീതിയിലുള്ള വ്യക്തികൾ, അതായത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള പേഷ്യൻസിന് ഒരിക്കലും നമ്മൾ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് എന്താണ് അവരെ കീഴടക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കോഡ് വയലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് അല്ലെ, രോഗികൾക്ക് സഹായം ആവശ്യമായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലാത്ത പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എന്ത് കോഡ് വയലറ്റ് പുറപ്പെടുവിക്കുന്നത്. പ്രത്യേകം അവിടെ പറയുന്നത് എന്താണ്? കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേറെ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. എന്താണ് ആയുധങ്ങളായിട്ട് വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തോക്കോ ഗണ്ണോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് ഈ കോഡ് ആക്ടിവേറ്റഡ് ആക്കരുതെന്നാണ് പറയുന്നത്. പിന്നീട് എന്താണ് കോഡ് വയലറ്റ് എമർജൻസി ഡയൽ നമ്പറിലേക്ക് കണക്ട് ചെയ്യുന്നു. സെക്യൂരിറ്റിനെയും അതുപോലെ നഴ്സിംഗ് സൂപ്പർവൈസറിനെയും എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അറിയിക്കുന്നു. പിന്നെന്താണ്? ഡു നോട്ട് അറ്റംപ്റ്റ് ടു ദ കൺട്രോൾ ദ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. വ്യക്തികളെ നിയന്ത്രിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള വ്യക്തികളെ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസിനെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ റെസ്പോണ്ടിങ് പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് റിക്വയർഡ്. അതായത് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് സെക്യൂരിറ്റിക്ക് പറയുന്ന നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആളെ അസിസ്റ്റ് ചെയ്യേണ്ടത്. Do not confront the individuals with a weapon. ആയുധം ഉപയോഗിച്ച് വ്യക്തികളെ ഒരിക്കലും നേരിടാൻ പാടുള്ളതല്ല. ഓക്കെ, then code brown. Code brown എന്താണ്? An adult patient is missing, loss of abducted from the hospital. എന്താണ്? പ്രായപൂർത്തിയായിട്ടുള്ള രോഗികളെ കാണുന്നില്ല. ആ ഒരു സമയത്താണ് ഇത് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. പ്രായപൂർത്തിയായിരുന്ന അഡൽട്സിനെ കാണാത്ത സമയത്ത് അല്ലെങ്കിൽ എന്തായിരിക്കാം? ലോസ്റ്റ് ഓർ അബ്ഡക്റ്റഡ് എന്ന് വെച്ചാൽ ഒളിച്ചോടാൻ അല്ലെങ്കിൽ ഒളിച്ചോടി പോകുക, അല്ലെങ്കിൽ എന്താ തട്ടിക്കൊണ്ടു പോകുകയോ അല്ലെങ്കിൽ സംശയം തോന്നിയാൽ എന്താണ് അങ്ങനെയൊക്കെ പാവുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു മിസ്സിങ് അല്ലെ, ചിലപ്പോ എന്താണ് ആള് തട്ടിക്കൊണ്ടുപോയി തന്നെ ഇരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് എന്താ കോഡ് ബ്രൗൺ ആക്ടിവേറ്റഡ് ആകുന്നത്. പേഷ്യന്റിനെ കാണാതാവുന്ന സമയത്ത് patient is missing from the hospital. When a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has eloped, been abducted or is lost, conduct a unit search. If the patient does not return, ask the operator to initiate the code brown, notify security and provide a physical description of the patient. Clothing worn by the patient when last seen. Notify SMA on call guest relation manager. കോഡ് ബ്രൗൺ എന്താണ്? അഡൾട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലേ. പേഷ്യന്റ് മിസ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അത് ഔട്ട് പേഷ്യന്റ് യൂണിറ്റ് പേഷ്യന്റ് കെയറിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ
ആയിരിക്കാം ചിലപ്പോൾ പേഷ്യന്റ് മിസ്സാവുന്നത്. ആ ഒരു സമയത്ത് എന്താണ്, പേഷ്യന്റിനെ കാണുന്നില്ല എന്നൊരു സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് തീരുമാനിക്കേണ്ടത്, ഒരു യൂണിറ്റ് സെർച്ച് അല്ലെ, ഒരു യൂണിറ്റ് സെർച്ച് എല്ലാ യൂണിറ്റ്സിലേക്കും ഒരു സെർച്ച് നടത്തിയിരിക്കണം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ ആളെ അന്വേഷിച്ചിരിക്കണം. ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ, പേഷ്യന്റ് തിരിച്ചു വരുന്നില്ല ആണെങ്കിൽ എന്താണ്, ആസ്ക് ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് ദ കോഡ് ബ്രൗൺ. പേഷ്യന്റിന് ഒരു കാരണവശാലും കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ എന്താണ്, അപ്പോഴാണ് കോഡ് ബ്രൗൺ ആക്ടിവേറ്റഡ് ആകുന്നത്. ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, നോട്ടിഫൈ സെക്യൂരിറ്റി, എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റിയെ നോട്ടിഫൈ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ആരെ കുറിച്ചുള്ള ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്, ആ മിസ്സായ പേഷ്യന്റിനെ കുറിച്ച് അല്ലെ. ഇന്നൊരു പേഷ്യന്റ് മിസ്സായിട്ടുണ്ട്, ആളുടെ ക്ലോത്ത്, ആളുടെ ഡ്രസ്സാണ് അദ്ദേഹം ധരിക്കുന്നത്, ലാസ്റ്റ് സമയത്ത് കാണാതെ പോകുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഡ്രസ് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, അപ്പൊ അദ്ദേഹം ലാസ്റ്റ് സമയത്തിട്ട് ഡ്രസ് ഏതാണ്, അതിന്റെ കളർ എന്താണ്, അവസാനമായിട്ട് നോട്ടിഫൈ SMA on all SMA on call ഗസ്റ്റ് റിലേഷൻ മാനേജർ. എത്രയും പെട്ടെന്ന് തന്നെ ആരെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടത്, ഇതിലെ ഗസ്റ്റ് റിലേഷൻ മാനേജർ അല്ലെങ്കിൽ SMA എന്ന് പറയുന്ന ആരാണ്, SMA പഠിച്ചിട്ടുണ്ട്. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് കേട്ടോ, സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് ആണ് SMA. ഇവിടെ സർവീസ് മാനേജ് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തെയും അതുപോലെ തന്നെ ആരെയാണ്, ഗസ്റ്റ് റിലേഷൻ മാനേജറെയും നോട്ടിഫൈ ചെയ്തിരിക്കണം. ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്തിരിക്കണം. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് ആണ് SMA. ഓക്കെ, യെസ്. പിന്നീട് notify the patient's attending physician and or staff on call. Notify the notify the nursing supervisor on duty. Notify family as appropriate. The nursing supervisor will contact administrator on call. The administrator on call will contact with the police for notification. ഇനി എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യനെയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. രോഗിയെ പരിശോധിച്ച ഡോക്ടർ ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തെ അറിയിക്കുക, അല്ലെങ്കിൽ ആ സ്റ്റാഫിനെ അറിയിക്കുക, അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ അറിയിക്കുക. പിന്നീട് എന്താണ്, നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി. എന്താണ്, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് സൂപ്പർവൈസറിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. പിന്നെ എന്താണ്, ഫാമിലിനെ അല്ലെ എത്രയും പെട്ടെന്ന് അവന്റെ ഫാമിലിയിൽ അറിയിക്കുക. Then appropriate nursing supervisor will contact the administrator on call. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ച് പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിയിക്കുന്നത്. Then the administrator on call will contact the police for notification. Then administrator ആയിരിക്കും ആരെ വിളിക്കുന്നത്, പോലീസിനെ അല്ലെ, പോലീസിനെ അറിയിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. Okay. Then social work or nursing. Social work or nursing staff will assist the patient's family members and the staff during the crisis. എന്താണ്, അതായത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും, MSW കഴിഞ്ഞ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരെ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിന് എന്താണ്, അവരെ ആശ്വസിപ്പിക്കും അല്ലെ. അവരെന്തായാലും വളരെയധികം ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ആ ഒരു ക്രൈസിസ് ടൈമില് അവർ അസിസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകളോ ആയിരിക്കും. ഓക്കെ, then
Upon locating the patient, notify the in-charge nurse and the NSG. അവിടെ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാക്കണം കേട്ടോ. NSG എന്ന് എഴുതിയാക്കുന്നത് NSG എന്ന് കണ്ടോ ഇവിടെ. അവിടെ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാക്കിയത് വിട്ടിട്ട് അതിന് മനസ്സിലാവുന്നുള്ള NSG എന്നുള്ളത് നഴ്സിംഗ് എന്നുള്ള മീനിങ്ങിൽ ഇട്ടാകണേണ് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്നാക്കാം. നോട്ടിഫൈങ് അതായത് അപ്പോൾ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മള് പേഷ്യന്റിനെ ഇപ്പൊ കണ്ടെത്തിന്ന് വിചാരിക്കുക. അപ്പൊ ആരെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടത്? ഒന്നുകിൽ നഴ്സിനെ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറിനെ എന്താണ് നമ്മള് അറിയിക്കേണ്ടതാണ്. And the nursing supervisor that patient has been located and it describes a patient status. ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റിന്റെ നില എന്താണെന്ന് നോക്കല്ലേ. പേഷ്യന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, പേഷ്യന്റ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലെ. ചിലപ്പോ വല്ല ആരെങ്കിലും വല്ല ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ ശരീരത്തിൽ കാണാൻ സാധിക്കും. അത് ആ പേഷ്യന്റ് സ്റ്റാറ്റസ് എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ ചെക്ക് ചെയ്യുന്നത്. The nursing supervisor will notify the administrator on call regarding the return status of the patient. പിന്നീട് എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അഡ്മിനിസ്ട്രേറ്ററിനെ വിളിച്ചു പറയുന്നത് പേഷ്യന്റ് തിരിച്ചെത്തി എന്നുള്ളതും പേഷ്യന്റിന്റെ റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും വിളിച്ചു പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. ആരെ? അഡ്മിനിസ്ട്രേറ്ററെ. Then return status of the patient. The in-charge nurse will contact the attending physician or on-call house staff that patient has returned to the unit. Assess and document the patient status. പിന്നീട് അന്ന് അറിയിക്കേണ്ടത് ഫിസിഷ്യനെ അല്ലെങ്കിൽ ഫാമിലിനെ അറിയിക്കുന്നു. ദെൻ അതിനുശേഷം എന്താണ് അവർ തിരിച്ചു വന്നതിന് ശേഷം പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തെ ആദ്യം നോക്കിയിരുന്ന ഫിസിഷ്യൻസ്. ഓക്കെ, അതാണ് കോഡ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡൾട്ട് മിസ്സിംഗ് ആയ സമയത്ത് ആണ് കോഡ് ബ്രൗൺ ആക്ടിവേറ്റഡ് ആവുന്നത്. ഓക്കെ, പേഷ്യന്റ് മിസ്സാവുന്ന സമയത്ത് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ കോഡ് ബ്രൗൺ ആക്ടിവേറ്റഡ് ആകുന്നു അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു യൂണിറ്റ് സെർച്ച് നടത്തുകയും പേഷ്യന്റ് എവിടെ നിന്നാണ് മിസ്സായത് ആ ഏരിയ കൃത്യമായി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് സെക്യൂരിറ്റി പ്രൊവൈഡറിനെ വിളിച്ചിട്ട് എന്താണ് പേഷ്യന്റിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. അതായത് പേഷ്യന്റ് എങ്ങനെയാണ്, ലാസ്റ്റ് ധരിച്ച വസ്ത്രം ഏതാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. പിന്നീട് അത് SMA അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറിനെ നോട്ടിഫൈ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അദ്ദേഹത്തിനെ നോക്കിയ ഫിസിഷ്യന് ഡോക്ടേഴ്സിന് വിവരം അറിയിക്കുന്നു. പിന്നെ എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ നോട്ടിഫൈ ദ ഫാമിലിയെ വിവരം അറിയിക്കുന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അഡ്മിനിസ്ട്രേറ്ററെ വിളിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിന് അതിനെ പറ്റിയുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ളത് അറിയിക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെ പേഷ്യൻസിന്റെ ഫാമിലിനെ അസസ് ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകളായിരിക്കും. ദെൻ പേഷ്യന്റ് തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻചാർജുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും പേഷ്യന്റിന്റെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് നോക്കുന്നു. പേഷ്യന്റിന്റെ ഇപ്പോഴത്തുള്ള കണ്ടീഷൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നീട് അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചു പറഞ്ഞ് പേഷ്യന്റ് റിട്ടേൺ സ്റ്റാറ്റസ് രേഖപ്പെടുത്തുന്നു. പിന്നീട് എന്താണ് contact attending physician or on-call house staff that patient has returned to the unit. പിന്നീട് പേഷ്യൻസിന് ഫിസിഷ്യനോ അല്ലെങ്കിൽ അറ്റൻഡിംഗ് സ്റ്റാഫുകളോ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? കോഡ് ബ്രൗൺ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണല്ലേ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് നമ്മള് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്റർ ഏതാണെന്നാണ് പറഞ്ഞത്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ.
Safety and security in the hospital. ഇതൊന്ന് നോക്കിയേ. PDF കയ്യിലുള്ളവരൊന്ന് നോക്കിയേ. PDF കാണാമോ? നിങ്ങൾ ഇത്ര നേരം വീഡിയോ കാണാനിട്ടുണ്ടോന്ന് ചോദിക്കാൻ ഞാൻ. ഓക്കെ, ചാപ്റ്റർ 8 എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി വിഭാഗം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. Okay, safety. Define safety. Safety means to be free from injury, risk or harm. എന്താണ് സേഫ്റ്റി? സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Safety means to be free from injury, risk or harm. Management of any hospital has twofold responsibility concerning safety. അതായത് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്കിൽ നിന്നോ ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നിന്നോ എന്താണ് രക്ഷപ്പെടുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതമായി എന്ന് പറയാൻ സാധിക്കും അല്ലെ. എന്തൊരു അപകടം നടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അവിടെ നീങ്ങി, ഒരു സാധനം മുകളിൽ നിന്ന് താഴെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ നീങ്ങി, അപ്പൊ നമ്മൾ അവിടെ എന്തായി? സേഫ് ആയി അല്ലെ. അവിടെ നമുക്ക് വേറെ ഇഞ്ചുറീസോ മറ്റു റിസ്കുകളോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ അവിടെ സേവ് ചെയ്തിട്ടു അല്ലെ. അതാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്. ദെൻ ഹോസ്പിറ്റൽസില് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇരട്ട ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇരട്ട ഉത്തരവാദിത്തമാണ്. Twofold responsibility concerning safety. എന്തൊക്കെ കാര്യങ്ങളാണ്? To make the workplace and surroundings safe by creating safe conditions. Second, to establish, communicate all concerned and enforce safety rules. ഓക്കെ, ആദ്യത്തെ എന്താണ് പറയുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ സുരക്ഷ ഉൾപ്പെടുത്തേണ്ടി വരുന്നു? To make the workplace and surroundings safe by creating safe conditions. എന്താണ്? നമ്മുടെ വർക്ക് പ്ലേസും അതുപോലെ സറൗണ്ടിങ്സും, നമ്മുടെ ചുറ്റുമുള്ള പ്ലേസസ് എന്തായിരിക്കണം? ഒരു സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആയിരിക്കണം ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ
ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റിയിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അവർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസും അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സും എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കണം അത് തയ്യാറാക്കപ്പെടേണ്ടത്. ഓക്കെ. Then to establish, communicate all concerned and enforce safety rules. എന്താണ് എല്ലാ സേഫ്റ്റി റൂൾസും എല്ലാ സുരക്ഷാ നിയമങ്ങളും എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം അല്ലെ. എല്ലാ ബന്ധപ്പെട്ട എല്ലാവരും ആശയവിനിമയം നടത്തുന്നതിനും, അതായത് എല്ലാവരും തമ്മിൽ എന്താണ് എല്ലാ സുരക്ഷാ റൂൾസുകളെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാവരും ആശയവിനിമയം നടത്തുന്നതിനും സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കാനും സ്ഥാപിക്കുകയും വേണം അല്ലെ. അത് ഓരോ സുരക്ഷാ റൂൾസുകളും നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ അതായത് സ്ലിപ്പ് ആവാൻ പാടില്ല, വളരെയധികം കെയർഫുൾ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒക്കെ ചിലപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും പാലിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്, ചില സമയത്ത് നമ്മളിപ്പോ ഡിസാസ്റ്റർ പഠിച്ച സമയത്ത് എലവേറ്റേഴ്സ് ഉപയോഗിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഫയർ എക്സിറ്റ് എന്നുള്ള ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എലവേറ്റേഴ്സ് ലിഫ്റ്റ് ഉപയോഗിച്ചാൽ എന്താണ് അപകട സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ സ്റ്റെയേഴ്സ് ഉപയോഗിക്കാനാണ് പറയുന്നത്. അതൊരു സുരക്ഷാ ആവശ്യമല്ലേ, അല്ലെ, ഒരു സുരക്ഷാ റൂൾ അല്ലേ, ഒരു സേഫ്റ്റി റൂൾ അല്ലേ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ പിള്ളേരെ. ഒരു എസ് എന്നിടാൻ എന്തൊരു വിഷമമാണെന്ന് നോക്കിയേ. അത് വലിയ എസ് കംപ്ലീറ്റ് ഇടൂല, എസ്. നിങ്ങൾ പാവമായതുകൊണ്ടാണോ ഇത്തിരി ആയിട്ട് വർത്താനം പറയുന്നത്? നിങ്ങളുടെ എ ബാച്ച് ഇല്ലേ, എ ബാച്ച് നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ബ്ലാ ബ്ലാ ബ്ലായാണ് അവര്. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളോട് കുഴപ്പമൊന്നുമില്ല. കണ്ടാ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് എന്താന്ന് വെച്ച് നമ്മൾ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ പിന്നെ അതിനെ പിടിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് നല്ല പിള്ളേരാണ് കേട്ടോ, മോശം പിള്ളേരൊന്നല്ല, നല്ല കമ്പനിയാണ്. പക്ഷെ നല്ല വായല നാക്കുള്ള കുട്ടികളാണ്, നന്നായി സംസാരിക്കും. അല്ല, ഇതൊക്കെ ഒരുമിച്ചാക്കാൻ പോണെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളെ ഗ്രൂപ്പൊക്കെ? അപ്പൊ പിന്നെ കാണും. യെസ്, ഇനി സേഫ്റ്റി അവയർനെസ് നോക്കാം. സേഫ്റ്റി അവയർനെസ്, നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. അതായത് സുരക്ഷാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വർക്കാണോ ചെയ്യുന്നത് എന്തെല്ലാം അപകട സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ ഇത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് അല്ലെ. നമ്മളിപ്പോ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എടുത്ത സമയത്ത് ആ സ്കില്ലിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞതിന് ശേഷം അല്ല അതിലേക്ക് അവരെ വർക്കേഴ്സിനെ വിടുന്നത്. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞ് അതിൽ എത്രത്തോളം നമ്മൾക്ക് സേഫ് ആയിട്ട് നിൽക്കാം എന്നറിഞ്ഞ് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് അത് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. ഒരു സേഫ്റ്റി അവയർനെസ് എല്ലാവരും ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ മാത്രമല്ല, ബാക്കി എന്ത് കാര്യത്തിലും ഉണ്ടായിരിക്കും ആ ഒരു സേഫ്റ്റി അവയർനെസ്, സുരക്ഷാവബോധം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. ലാബ്, നഴ്സിംഗ്, ക്ലോസ്, laundry and kitchen demand special instruction and road safety rules. അപ്പൊ പ്രധാനമായിട്ടും സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ട നിർദ്ദേശിക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലാബ് അല്ലെ, ലാബ്, നഴ്സിംഗ് ഫ്ലോർസുകൾ അല്ലെ, സ്ലിപ്പ് ആവുന്ന ഫ്ലോർസിനിടയിൽ അവിടെ എന്തെങ്കിലും അപകടങ്ങൾക്ക് ചാൻസസ് ഉണ്ടാവും. then laundry and kitchen services അല്ലെ, laundry സർവീസസും കിച്ചണിലൊക്കെ എന്താണ് അവിടെയൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും റോഡ് സേഫ്റ്റി റൂൾസുകളുമായിരിക്കും എന്താണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങളായതിനാൽ തന്നെ എന്താണ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. Employees should develop a safe attitude and safe behavior. The positive factors for most accidents are more human than environmental. അതായത് എംപ്ലോയീസ് ഏത് രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. Employees should develop a safe attitude and a safe behavior. അല്ലെ, ഒരു സേഫ് ആയിട്ടുള്ള ഒരു മനോഭാവവും അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഒരു എന്താണ് നല്ലൊരു എന്താ പറയാ
സുരക്ഷിത മനോഭാവം, സുരക്ഷിതമായിട്ടുള്ള പെരുമാറ്റവും എല്ലാ എംപ്ലോയീസും സ്വീകരിക്കേണ്ടത്. The causative factors for most accidents are more human than environmental. എന്താണ്? മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനേക്കാൾ ഏറ്റവും ഭയാനകമായിട്ടിരിക്കുന്നത് എന്താണ്? എൻവയോൺമെന്റിനേക്കാൾ ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത് മനുഷ്യരായിട്ടുള്ള അപകടങ്ങളാണെന്നാണ് പറയുന്നത് അല്ലെ. മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങൾ പരിസ്ഥിതിയേക്കാള് ആരാണ്? മനുഷ്യനാണ് അല്ലെ. മനുഷ്യനാണ് പ്രകൃതിയും മറ്റും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത ഒരു ജീവി എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാ സേഫ്റ്റി എംപ്ലോയീസും സേഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും സേഫ് ബിഹേവിയറും ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? മിക്ക ആക്സിഡൻസിനും കാരണം എന്ന് പറയുന്നത് പ്രകൃതിയേക്കാൾ മനുഷ്യരാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ പ്രത്യേക നിർദ്ദേശം, ഒരു ഏരിയയിലേക്ക് നമ്മളോട് കടക്കരുത്, അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലോ ചിലപ്പോ എന്താണ് അവിടെ എന്താണെന്ന് നടക്കാനായിട്ട് മനുഷ്യൻ ഹ്യൂമൻ ബീങ് നിലയിൽ നമ്മൾ എന്താണ് അവിടെ ചെന്ന് നോക്കും. അടുത്ത സ്റ്റെപ്പ് കാല് വെക്കുന്ന ചിലപ്പോൾ ലിഫ്റ്റ് ഒക്കെ പണിയുന്ന സമയത്താണെങ്കിൽ എന്താണ് കാല് വെക്കുന്നതോടുകൂടി താഴത്തേക്ക് വീഴും അല്ലെ. നമ്മളത് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് തിരിച്ചു വരുള്ളൂ അല്ലെ. അങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ചെയ്യരുത് എന്ന് പറയുന്നതിലാണ് ചെയ്യാൻ കൂടുതൽ അവര് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയാസിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അപ്പൊ സേഫ്റ്റി അവയർനെസ് എല്ലാവരും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ്, ഇതൊക്കെ പിന്നെയും പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളല്ലേ. ആദ്യത്തെ എന്താണ് ഡെഫിനിഷൻസ്? ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ഇനിയും പറയണോ? എവിടെയാണ് സേഫ്റ്റി അവയർനെസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്? വേണ്ട, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് നോക്കാം. അതായത് ജനറൽ ആയിട്ട് കുറച്ച് റൂൾസുകൾ ഉണ്ട്. ഓരോ സ്റ്റാഫ്സിന് വേണ്ടിയിട്ട് ജനറൽ റൂൾസുകൾ കൊടുത്തിട്ടുണ്ട്. ജനറൽ സേഫ്റ്റി റൂൾസ് പേഴ്സണൽ. Right way to do a job in the hospital in safe way. Right way to do a job in the hospital in the safe way. എന്താ പറയുന്നത്? നമ്മൾ നമ്മുടെ ജോലി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് വേ കൂടി തന്നെ അല്ലെ. ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പേഴ്സൺസും അവരുടെ ജോലി റൈറ്റ് വേ തന്നെ നല്ല കൃത്യമായ ഒരു വേ തന്നെ ആയിരിക്കണം, അവരെ സേഫ് ആയിട്ടായിരിക്കണം ആ ഒരു ജോലി ചെയ്ത് തീർക്കേണ്ടത്. അല്ലാതെ അവിടെ വേറെ തരത്തിലുള്ള കൃത്രിമങ്ങളോ കാണിച്ചിട്ട് അവിടുത്തെ ഡയറക്ഷൻസ് ഒക്കെ എന്താണ് അവിടെ ക്രമക്കേടുകൾ വരുത്തിയിട്ടൊന്നും ആരും അവിടുത്തെ ഒരു ജോലി പോലും ചെയ്യാനായിട്ട് പാടില്ല. വളരെ സേഫ് ആയിട്ടുള്ള വേയിലായിരിക്കണം ഓരോ പേഴ്സൺസും അവരുടെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then know your job absolutely. Know your job absolutely. നിങ്ങളുടെ ജോലി, ആ സ്റ്റാഫിന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം അല്ലെ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. Know your job absolutely. നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് അറിയുക. ഹോസ്പിറ്റൽ പേഴ്സണലിന്റെ കാര്യമായിട്ടാ പറയുന്നത്. ജനറൽ സേഫ്റ്റി റൂളുകളാണ്. അടുത്തത്, whenever there is doubt, do not indulge in guesswork as the supervisor. ഇനി ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് ഹോസ്പിറ്റലില് എന്താണ് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആ സ്റ്റാഫുകൾക്ക് തോന്നുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഗസ് വർക്ക് ചെയ്യാതെ, അതായത് എന്താണ് ഒരു എന്തെങ്കിലും വെച്ചാൽ തോന്നലോട് കൂടി ചെയ്യാതെ എന്ത് ചെയ്യണം? നമ്മൾ ആ സൂപ്പർവൈസറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ആ ജോലി, ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാല് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തു തീർക്കാതെ എന്താണ് സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, never handle or operate machinery tools equipment without authorization. എന്താണ് എന്തെങ്കിലും ഓപ്പറേറ്റ് മെഷീനറീസുകൾ എടുക്കുന്ന സമയത്ത്, എക്യുപ്മെന്റ്സുകൾ എടുക്കുന്ന സമയത്ത് അവരുടെ അതോറിറ്റിയുടെ ഓതറൈസേഷൻ അറിയാതെ, അവരുടെ അനുമതി ഇല്ലാതെ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളതല്ല. ഇതൊരിക്കലും യന്ത്രോപകരണങ്ങൾ അവിടുത്തെ അനുമതി കൂടാതെ ഉപയോഗിക്കാനായിട്ട്, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതായത് എന്തെങ്കിലും
അറ്റകുറ്റപ്പണികളുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുവന്ന ഉപകരണങ്ങളാണെങ്കിൽ നമുക്കത് സ്റ്റാഫുകൾക്ക് അത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ മറ്റ് അവരുടെ അനുമതി ഇല്ലാതെ നമ്മൾ ഒരു ഉപകരണം പോലും ഉപയോഗിച്ച് നോക്കാനായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടില്ല. ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മൾ എങ്ങനെയായിരിക്കണം? ജാഗ്രത പുലർത്തേണ്ടതും അതുപോലെ തന്നെ എന്താണ് ഒബ്സർവ് ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കണം അല്ലെ. വളരെയധികം ജാഗ്രതയോടും അതുപോലെ തന്നെ എന്താണ് ആകാംക്ഷയോടെയും ആയിരിക്കണം എപ്പോഴും പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടത്. വളരെയധികം വിജിലന്റ് ആയിട്ട് വേണം പ്രവർത്തിക്കണമെന്ന് പറയുന്നത് കേട്ടോ. Then report instantly and a faulty equipment. ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. Then unsafe conditions or acts defective or broken equipment. എന്താണ് unsafe condition or act defective or broken equipment? അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരിക്കലും എന്താണ് നമ്മുടെ ബ്രോക്കൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഒന്നും തന്നെ എന്തെങ്കിലും കേടുപാടുള്ള എക്യുപ്മെന്റ്സുകൾ ഒന്നും തന്നെ എന്താണ് അൺസേഫ് കണ്ടീഷൻസിൽ അതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. To be physically and emotionally fit for your work by maintaining good health and proper diet. To be physically and emotionally fit. അവിടുത്തെ ഹോസ്പിറ്റൽ പേഴ്സണൽസ് എങ്ങനെയായിരിക്കണം? ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം അല്ലെ. മാനസികമായും ശാരീരികമായിട്ട് എന്താണ് വളരെയധികം ആരോഗ്യമുള്ളവരായിരിക്കണം. Your work by maintaining good health and proper diet. തന്റെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യവും എന്താണ് ഗുഡ് ഹെൽത്തും പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ പേഴ്സണൽസിന് ഉണ്ടായിരിക്കണം. അവരത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം കേട്ടോ. Refrain from alcoholic drinks. Refrain from alcoholic drinks. ലഹരി പാനീയങ്ങൾ എന്താണ് ഉപയോഗിക്കണോ? ചെയ്യണം? ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. ലഹരി പാനീയങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. Then personal hygiene is important. Personal hygiene important ആണ്. വ്യക്തി ശുചിത്വം ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. വാഷ് ഹാൻഡ്സുകൾ കൈകൾ വൃത്തിയായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കഴുകിക്കൊണ്ടിരിക്കണം. Okay, personal hygiene is important. Report to the doctor whenever you are ill with infection instantly and stay at home. എന്താണ്? Report to the doctor whenever you are ill. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താണ് ആ ഡോക്ടറിനെ അറിയിച്ച് വീട്ടിൽ തന്നെ തുടരേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് വീട്ടിൽ തന്നെ stay at home. Okay. അടുത്ത ജനറൽ റൂൾ ആണ് എന്ത്? Cooperate with the hospital infection control committee by observing procedures already established. Cooperate with the hospital infection control committee. എന്താണ് സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും വിനിശ്ചിത ആശുപത്രി അനുവാദം നിയന്ത്രിക്കുന്ന സമിതിയുമായിട്ട് എന്താണ് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുക. അതായത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് എന്താണ് അവരുടെ പ്രൊസീജിയേഴ്സുമായിട്ട് എന്താണ് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചിട്ട് വേണം എല്ലാ പേഴ്സണൽസും പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ചിട്ട് വേണം പ്രവർത്തിക്കേണ്ടത്. Wear proper uniform and clothing for your job. Neither too tight nor too loose. Jewelry and high-heeled footwear may be dangerous. എന്താണ് പ്രോപ്പർ ആയിട്ടൊരു യൂണിഫോംസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ആ ജോബിന്റെ സമയത്ത് ഉപയോഗിക്കുക. അതൊരിക്കലും ടൈറ്റ് ഉള്ളതോ ലൂസ് ഉള്ളതോ ഡ്രസ്സ് ആയിരിക്കുന്നത് അല്ലെ. വളരെയധികം കംഫർട്ടബിൾ ആയിട്ടൊരു യൂണിഫോം ആയിരിക്കണം. പിന്നെന്താണ് ജ്വല്ലറീസോ അല്ലെങ്കിൽ ഹൈ ഹീൽഡ് ചെരുപ്പുകളൊന്നും തന്നെ അവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് അപകടകരമാണ് അല്ലെ. ഹോസ്പിറ്റൽ സ്റ്റാഫിന് മിക്കവാറും എന്താണ് ചിലർ സ്ലിപ്പേഴ്സ് ആയിരിക്കും അല്ലെ, ചപ്പൽസ് ഉപയോഗിക്കും. അത് ചില ഫ്ലോറിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഷൂസ് ആയിരിക്കും ഇടുന്നത് അല്ലെ. സ്ലിപ്പ് ആവാത്ത ഷൂസ് ആയിരിക്കും അവര് ഉപയോഗിക്കുന്നത്. ഓക്കെ. Then walk not run, especially when you are taking delicate breakable articles or instruments.
വാക്ക് നോട്ട് റൺ, അതായത് എന്താണ് നമ്മൾ പ്രത്യേകിച്ച് എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ആർട്ടിക്കിൾസുകളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ഓടാൻ പാടില്ല, നടക്കുക എന്നാണ് പറഞ്ഞത്. വാക്ക് നോട്ട് റൺ അതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ബ്രേക്കബിൾ ആയ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഓടാൻ പാടില്ല, നടന്ന് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ വീഴാൻ ചാൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, then if you see foreign material, loose wire, oil spill, etc. on the floor, that may be the cause of an accident. If you are see foreign material, loose wire, എന്തെങ്കിലും foreign materialsകളോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള വയറുകളോ ഓയിൽ സ്പിൽ വേസ്റ്റ്സുകളോ ഒക്കെ ഫ്ലോറിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആക്സിഡന്റിന് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് വേണം നമ്മൾ നടക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായി? എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള വയറുകളോ അല്ലെങ്കിൽ ഓയിൽ സ്പില്ലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് മറ്റു മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തപ്പിത്തളന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും വേണം നടക്കാൻ. ഓക്കെ, ആരാണ്? ഹോസ്പിറ്റൽ പേഴ്സണലുകൾ കേട്ടോ. Then practical jokers. Do not injure in practical jokes involving fire, acid, water, compressed air, and other potentially hazardous things. എന്താണ് പ്രാക്ടിക്കൽ ജോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ടുള്ള തമാശകൾ, അതായത് എന്താണ് ഇതിനെ കുറിച്ചുള്ള അതായത് എന്തെങ്കിലും ഫയറോ ആസിഡുമായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്ടറായിട്ട് വരുന്ന എന്തെങ്കിലും അപകടങ്ങളുള്ള സമയത്ത് എന്താണ് നമ്മൾ അതിൽ ഏർപ്പെടരുതെന്നാണ്. എന്തെങ്കിലും ഇപ്പൊ അവർ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓടി ചെല്ലാതെ എത്രയും പെട്ടെന്ന് ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ആ ഒരു അപകടമായിട്ടുള്ള തിങ്സിൽ നിന്ന് നമ്മൾ എന്താണ് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ വിട്ടു മാറുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നത് ഇതിൽ പ്രായോഗിക തമാശ. ഇപ്പൊ ആരെങ്കിലും പറയുന്നത് കേൾക്കാം അല്ലെ, അവിടെ ഇതുണ്ട്, അതുണ്ട്, വാട്ടർ ഉണ്ട്, ഫയർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അൺസാഡ് തിങ്സിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് പോവാതെ അവിടെ നിന്നും എടുത്തു മാറേണ്ടതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ല എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ പോയിന്റിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്തിട്ടാക്കണം, ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണേ. അടുത്തത് വാർണിംഗ് ബോർഡ്സ്. പേ അറ്റൻഷൻ to all warning boards. These signs warn you about dangerous and hazards that may cause injury or harm. ഈ വാർണിംഗ് ബോർഡ്സുകൾ അല്ലെ, എല്ലാ ബോർഡുകളും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് എല്ലാ, അതായത് ഏതൊരു അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വാർണിംഗ് ബോർഡ്സ് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പേ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് ബോർഡുകൾ വെക്കുന്നത് അല്ലെ. ആ സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡേഞ്ചറസ് അല്ലെങ്കിൽ ഹസാർഡ്സ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ബോർഡ് കാണുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലില്ല അല്ലെ, അല്ലെങ്കിൽ ആ ബോർഡ് കണ്ടായിട്ട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പിന്മാറും. അപ്പൊ വാർണിംഗ് ബോർഡ്സുകൾ എന്താണ് അറ്റൻഷന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വാർണിംഗ് ബോർഡ്സുകൾ ഒന്നും തന്നെ വായിക്കാതെ പോകരുത്, ഇൻസ്ട്രക്ഷൻസുകളൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, then work procedure. Be familiar with your work procedure including safety practice at work. നമ്മുടെ വർക്ക് പ്രൊസീജിയർ, അവിടുത്തെ പേഴ്സണൽസിന്റെ വർക്ക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അവരുടെ വർക്ക് പ്രൊസീജിയർ എന്തായാലും വളരെയധികം സേഫ് ആയിട്ടായിരിക്കും അല്ലെ, സേഫ് ആയിട്ട് ചെയ്ത് തീർക്കാൻ, സേഫ് ആയിട്ടൊരു പ്രാക്ടീസിലൂടെ ആയിരിക്കണം അത് ചെയ്തു തീർക്കേണ്ടത് അല്ലെ. അപ്പൊ ഒരു ചിലപ്പോൾ റിസ്ക് ഉള്ള വർക്കുകളായിരിക്കാം, എങ്കിലും എന്താണ് അത് വളരെ സേഫ് ആയിട്ട് വേണം ആ ഒരു വർക്ക് ചെയ്തു തീർക്കേണ്ടത്. അപ്പൊ വർക്ക് പ്രൊസീജിയറിൽ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്സുകൾ എന്തെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും റിസ്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോട് കൂടി വേണം എന്താ സേഫ്റ്റി പ്രാക്ടീസ് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിനു ശേഷമായിരിക്കണം പിന്നീട് ആ പ്രൊസീജിയേഴ്സുകൾ ചെയ്യേണ്ടത്. ഓക്കെ,
Then handrails always, handrail always, use handrails on stairways of ramp. എന്താണ് handrails എന്ന് പറയുന്നത്? handrails എന്താണ്? സ്റ്റെയർസ് ഒക്കെ കയറുന്ന സമയത്ത് എന്താണ് അല്ലെ, സ്റ്റെയറിന്റെ പിടി അല്ലെ, ഹാൻഡ് റെയിൽസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. സ്റ്റെയർവേസ് റാമ്പോ കയറുന്ന സമയത്ത് ഹാൻഡ് റെയിൽസിൽ പിടിച്ചുകൊണ്ട് വേണം അത് കയറാനായിട്ട്, സ്റ്റെപ്പുകൾ കയറാനായിട്ട്. ചിലവരങ്ങനെ ഒറ്റ സ്റ്റെപ്പ് ഇങ്ങനെ 2 സ്റ്റെപ്പ് ഒക്കെ ചാടി ചാടി കയറി പോകും അല്ലെ, എനിക്ക് പിടിക്കാണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ പോയി കാലിട്ട് കാലിട്ട് വിടാറുണ്ട് അല്ലെ, പിടിക്കാറൊക്കെ കയറുമ്പോ സ്റ്റെയറുമ്പോ പിടിക്കില്ല, ഹാൻഡ് റെയിൽസ് പിടിക്കാനായിരിക്കും കയറുന്നത്. അപ്പൊ അത് അപകടത്തിനൊരു ചാൻസ് ആണ്, അങ്ങനെ പിടിക്കാതെ കയറുന്നത്. Then overhead objects. Overhead objects എന്നല്ല, ഒബ്ജക്ട്സ് എന്നാണ് കേട്ടോ. സോറി, തെറ്റുണ്ട്. ഓവർഹെഡ് ഒബ്ജക്ട്സ് തന്നെയാണ്. ഒബ്ജക്ട്സ്, OBJECTS. ഓവർഹെഡ് ഒബ്ജക്ട്സ് വെട്ടിയിട്ട് ഒബ്ജക്ട്സ് മാറ്റാം, എല്ല് മാറ്റി അവിടെ ജെ ആക്കാം. നമ്മുടെ ടെക്സ്റ്റ് മുഴുവൻ മിസ്റ്റേക്ക് വരാൻ പറ്റാം. Okay, objects. When you try to take objects, overhead objects, always use a good ladder. Do not climb on വിട്ടിട്ട് എന്താണ് ബോക്സസ് മാത്രം ആക്കാട്ടോ. ക്ലൈംബ് ഓൺ ബോക്സസ് ആക്കാട്ടോ. ചാൻസ് ഓൺ എന്നുള്ളത് വേണ്ട, ക്ലൈംബ് ഓൺ ബോക്സസ് ആക്കാം. ക്ലൈംബ് ഓൺ ബോക്സസ് ആക്കണേ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ എന്തെങ്കിലും ബോക്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചിലവർ കയറി എടുക്കും അല്ലെ, എന്തെങ്കിലും ഇപ്പൊ മെഡിസിൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അത് മുകളിൽ വെച്ചിരിക്കുന്നത് എടുക്കാൻ വേണ്ടി ലാഡർ യൂസ് ചെയ്യാതെ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിലെ ബോക്സോ തടിക്കഷ്ണോ അതിലൊക്കെ കിടക്കണമെങ്കിൽ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് സ്റ്റാഫുകൾ എടുക്കാൻ ശ്രമിക്കും. ആ സമയത്ത് എന്താണ് വീഴാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് പകരം എന്ത് യൂസ് ചെയ്യുന്നതാണ്? ഓൾവേസ് യൂസ് എ ഗുഡ് ലാഡർ. Do not climb on boxes. ബോക്സിന് മുകളിൽ കയറിയിട്ടൊന്നും ഒബ്ജക്ട്സുകളൊന്നും എടുക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും എന്താണ് ലാഡറോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം എന്താ ഇത്തരത്തിലുള്ള ഒബ്ജക്ട്സുകളൊക്കെ മുകളിൽ നിന്നും താഴേക്ക് എടുക്കാൻ. ഓക്കെ, ഓക്കെ. അടുത്ത വന്നത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ ആണ്. ഇത് വീണ്ടും പറയണോ? നിങ്ങൾക്ക് ഒന്നുകൂടി പറയണോ? ജനറൽ സേഫ്റ്റി റൂൾ പേഴ്സണൽസ് പറയണോ? ബി വിജിലന്റ് എന്നുള്ള പോയിന്റാ. ബി വിജിലന്റ് എന്ന് വെച്ചാൽ നമ്മൾ ജാഗ്രതയോടെ കൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും വളരെയധികം സുരക്ഷ ഉറപ്പാക്കിയിട്ട് വേണം എന്താ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞുതരാം. Vigilant and observe eagerly. Okay. അതായത് ഒബ്സർവ് ഈഗർലി എന്ന് പറയുന്നത് വിജിലന്റ്, അത് നമ്മൾ ജാഗ്രത പുലർത്തുകയും അതുപോലെ തന്നെ എന്താണ് ആകാംക്ഷയോടെ മറ്റു സ്ഥലങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം അവിടെ വർക്ക് ചെയ്യാനായിട്ട്. അതായത് ജാഗ്രതയും ഉണ്ടായിരിക്കണം, ഒന്ന് കരുതിയിരിക്കുകയും വേണം, ഒന്ന് നിരീക്ഷിച്ചിട്ട് വേണം എന്ത് ഒരു എക്സൈറ്റ്മെന്റിലൂടെ ആയിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. കാരണം ഇപ്പൊ വേണമെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ളൊരു ഒരു അവയർനെസ്സോട് കൂടി വേണം വളരെയധികം ജാഗ്രത പുലർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും റിസ്ക് ഉള്ള സമയത്ത് അവിടെ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടാമെന്നുള്ളൊരു അവയർനെസ് എല്ലാവരും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ വിജിലന്റ് ആയിരിക്കണം, ഒബ്സർവ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. പിന്നെന്താണ് നോ യുവർ ജോബ് ആബ്സല്യൂട്ട്ലി അറിയാലോ, നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് അറിയുക. പിന്നെന്താണ് എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സമയത്ത് സൂപ്പർവൈസറുടെ നിർദ്ദേശം പാലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ എന്താണ് അനുമതി കൂടാതെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. Then report instantly any faulty equipments. എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യുക. Then unsafe conditionsil എന്താണ് ബ്രോക്കൺ എക്യുപ്മെന്റ്സുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ് ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം. Then എന്താണ് ആൽക്കഹോൾസോ ഡ്രിങ്ക്സോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടുന്നില്ല. പിന്നെന്താണ് പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി.
എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഡോക്ടറെ അറിയിക്കണം. വീട്ടിൽ തന്നെ നമ്മൾ തുടരേണ്ടതാണ്. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് എന്താണ് കോപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കണം. പിന്നെ പ്രോപ്പറായിട്ട് യൂണിഫോംസ് ക്ലോത്തും കൃത്യമായിട്ട് ധരിക്കുക. ലൂസ് ആയതോ ടൈറ്റ് ആയതോ ഇടാൻ പാടില്ല. ഹൈ ഹീൽസ് ഉപയോഗിക്കാൻ പാടില്ല. ജ്വല്ലറീസുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഓടാനൊന്നും പാടില്ല, നടന്നു വേണം പോകാനായിട്ട്. പിന്നെ ഫോറിൻ മെറ്റീരിയൽസോ ലൂസ് വയർസോ സ്പില്ലൊക്കെ ഉണ്ടെങ്കിൽ, ഓയിൽ സ്പില്ലൊക്കെ ഉണ്ടെങ്കിൽ തട്ടി വീഴാനുള്ള ചാൻസ്, ആക്സിഡന്റ് ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടു വേണം നടക്കാനായിട്ട്. പിന്നെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ജോബ്സുകൾ, അതായത് ഫയറോ ആസിഡോ വാട്ടറോ കംപ്രസ്ഡ് എയർ ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഹസാർഡസ് തിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ വാർണിംഗ് ബോർഡ്സും എല്ലാം തന്നെ ഹസാർഡസ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ തയ്യാറാക്കിയത്. അതൊക്കെ കൃത്യമായി വായിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ വാർണിംഗ് പ്രൊസീജിയർ, അതായത് സേഫ് ആയിട്ട് വേണം ഏത് പ്രൊസീജിയർ ആയാലും ഏത് വർക്ക് ആയാലും അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സേഫ് ആയിട്ടൊരു പ്രാക്ടീസ് കിട്ടിയിട്ട് വേണം നമ്മൾ ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹാൻഡ് റെയിൽസുകൾ ഉപയോഗിക്കണം. ഓവർഹെഡ് ഒബ്ജക്ട്സ് എടുക്കുന്ന സമയത്ത് ബോക്സസ് മറ്റു എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ എന്താണ് ലാഡർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വേണം ഓവർഹെഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളൊക്കെ എടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ, സമയം കഴിഞ്ഞു.